അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 65. രാവിലെ അഗ്നി എഴുന്നേൽക്കുമ്പോൾ ജ്വാല അവന്റെ നെഞ്ചിൽ കിടക്കുകയാണ്. രാത്രിയിൽ അവൻ ചേർത്ത് കിടത്തിയതാണ്. പാവം, ശരിക്കും കുഞ്ഞു തന്നെയാ. ഒന്നും അറിയില്ല, ഈ ലോകത്തെക്കുറിച്ച് അറിയില്ല, ആളുകളുടെ സ്വഭാവം അറിയില്ല. എല്ലാത്തിലുപരി എൻ്റെ ഭാര്യയായി എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന് പോലും എൻ്റെ കുഞ്ഞിന് അറിയില്ല. അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവന്റെ മീശരോമങ്ങൾ കവിളിൽ കുത്തിക്കേറിയതും അവളൊന്നു മൂളി. അവൻ പുഞ്ചിരിയോടെ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അറിയാ, ഒന്നും അവൾക്ക് അറിയില്ല. സാരയില്ല, ഒന്നും അറിയണ്ട. എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി എനിക്ക്. എല്ലാം മനസ്സിലായിക്കോളും. സമയമുണ്ടല്ലോ, ഇപ്പൊ അവള് കുഞ്ഞല്ലേ. അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു. കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. ഓ, 6:15 ജോഗിങ്ങിന് പോവാൻ അപ്പു കാത്തു നിൽക്കുന്നുണ്ടാവും താഴെ. അവന് ജ്വാലയെ നോക്കിക്കിടന്ന് എഴുന്നേറ്റ് പോവാൻ തോന്നുന്നില്ലായിരുന്നു. എങ്കിലും അവൻ അവളെ പതിയെ അവനിൽ നിന്നും അകത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി. ജ്വാല ചിണുങ്ങി. ഓ, ഒന്നുമില്ലടാ, ഉറങ്ങിക്കോട്ടോ. അവൻ അവളുടെ പുറത്ത് തട്ടി വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് പില്ലോ എടുത്ത് അവളുടെ അടുത്തേക്ക് വെച്ചു കൊടുത്ത് അവളുടെ കൈയെടുത്ത് അതിലേക്ക് വെച്ചു കൊടുത്തു. അവൾ അതിനെ ഇറുക്കി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അവന്റെ മുഖത്ത് കുശുമ്പ് നിറഞ്ഞു. എൻ്റെ അല്ലേ? ഉള്ളിൽ നിറയുന്ന സ്വാർത്ഥത. ആ. അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. നോട്ടം ആദ്യം അവളുടെ കാലുകളിലേക്ക് തന്നെയാണ് പോയത്. നിറയെ മുത്തുകളുള്ള പാദസരം ആ ഭംഗിയുള്ള കാലുകളിൽ ചുറ്റിക്കിടക്കുന്നത് അവൻ വിടർന്ന കണ്ണുകളോടെ നോക്കി. കണ്ണുകൾ വീണ്ടും മുകളിലേക്ക് സഞ്ചരിച്ചു. അവന്റെ നെഞ്ചിടിപ്പൊന്ന് ഉയർന്നുപോയി. സ്കേർട്ട് മുകളിലേക്ക് ഉയർന്നു കിടപ്പുണ്ട്. അവൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കിയടച്ച് അത് താഴ്ത്തി ഇട്ടുകൊടുത്ത് അവളുടെ ദേഹത്തേക്ക് ബ്ലാങ്കറ്റ് ഇട്ടുകൊടുത്തു. ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ, കണ്ണടച്ചിട്ട് സ്കേർട്ട് നേരെ ഇട്ട് തരാന്ന്. വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ അവളോട് പ്രണയത്തോടെ പതിയെ പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് നടന്നു. മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒന്നും അറിയാതെ ശാന്തമായി ഉറങ്ങുകയാണ് ജ്വാല. അവൻ അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് ഡോറ് ചാരി പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞാ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം പോയി റെഡി ആവൂട്ടോ. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് അഗ്നി അത് പറഞ്ഞത്. ഒപ്പം അവൾക്ക് വാരിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ജ്വാലയുടെ നെറ്റി ചുളിഞ്ഞു. അവള് സംശയത്തോടെ അവനെ നോക്കി. എങ്ങോട്ടാ കണ്ണാ, എവിടെ പോകുന്ന കാര്യ? ചിത്തിര അവനോട് സംശയത്തോടെ ചോദിച്ചു. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പുവും മോഹനും അതറിയാൻ എന്ന പോലെ അവനെ നോക്കിയിരിക്കുന്നുണ്ട്. അതെ, എവിടേക്ക് അഗ്നി? എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ജ്വാലയും അവനോട് ചോദിച്ചു. ആദ്യം ഇത് കഴിക്ക്, പറയാ. അഗ്നി ചിരിയോട് അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ വായിലേക്ക് ദോശ വെച്ചു കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ട് അവന് നേരെ പുരികമുയർത്തി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി ചിത്തിരയെ നോക്കി. അവർ അവനെ നോക്കി കണ്ണു ചുരുക്കുന്നുണ്ട്. അവൻ പറയാമെന്ന പോലെ കണ്ണടച്ച് കാണിച്ചു കൊടുത്തു. ചിത്തിര തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. അഗ്നി, എന്താ പറയാത്തെ? എങ്ങോട്ടാ പോണേന്ന്? ജ്വാല വീണ്ടും ചോദിച്ചു. നിന്നെ കൊണ്ട് കളയാൻ പോവാടി ഏട്ടത്തി. അപ്പു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. നിന്റെ അഗ്നി എന്നെ കളയൂല, അരവട്ടം കൂടുതൽ ഓവറാക്കണ്ട. അവൾ ചുണ്ടുകൊട്ടി. ഓ ശരി മഹാറാണി. അവളുടെ അഗ്നി അദ്ദേഹം വിളിച്ചു നടന്ന പെണ്ണാ, ഇപ്പൊ ഒക്കെ മാറിപ്പോയി. ആ. അപ്പൊ ഒന്ന് നിശ്വസിച്ചു. അവന്റെ സംസാരം കേട്ട് ജ്വാല ചിരിയോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി അഗ്നിയെ നോക്കിയപ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ കണ്ണുകളിൽ അത്ഭുതമാണ്. അവന്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്കാകെ ജാളിത തോന്നി. എന്റെ കണ്ണ, ഞാനിപ്പോ എന്താ പറഞ്ഞേ? എന്റെ അഗ്നിയെന്നോ? അവൾ വിറച്ചുപോയി. അറിയാതെ വന്നതാ, എന്നാലും എങ്ങനെ ഞാനിനി അഗ്നിയെ നോക്കും? അവൾ അവനെ ഇടം കണ്ടിട്ടൊന്ന് നോക്കി. അത് കണ്ട് അഗ്നിക്ക് ചിരി പൊട്ടി. അവൾ അറിയാതെ പറഞ്ഞതാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ അപ്പോഴും എന്റെയാണെന്ന ചിന്ത അവൾക്കുള്ളിൽ വന്നതുകൊണ്ടല്ലേ എന്ന് അവൻ ചിരിയോടോർത്തു. കഴിക്കൂ കുഞ്ഞ. അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ പറഞ്ഞു. എനിക്ക് മതി. അവൾ അവനെ നോക്കാതെ പറഞ്ഞു. അതിന് മോളെവിടെ കഴിച്ചേ? കുറച്ചുകൂടി കഴിക്കേ. മോഹൻ അവളോട് ശാസനയോടെ പറഞ്ഞു. അവൾ അയാളെ നോക്കി കണ്ണുരുട്ടി. അഗ്നി അവളുടെ കുറുമ്പെല്ലാം തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കിയിരുന്നു. അച്ഛനെ നോക്കി കണ്ണുരുട്ടിയിട്ടൊന്നും കാര്യമില്ല. കഴിച്ചിട്ട് എണീറ്റ് പോവാൻ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് അടി വാങ്ങിക്കും നീ. ചിത്തിര പറഞ്ഞു. ജ്വാല അവരെ ചുണ്ടുപിളർത്തി നോക്കി. നോക്കണ്ട, കഴിക്കാൻ നോക്ക് മര്യാദയ്ക്ക്. തീരെ ഇല്ല നീയ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ചുകൂടി ഉഷാറാവട്ടെ. ചിത്തിര ഗൗരവത്തോടെയാണ് അത് പറഞ്ഞത്. ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. ജ്വാല അവരെ മുഖം വീർപ്പിച്ചു നോക്കി. അത് കണ്ടപ്പോൾ ചിത്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചുകൂടി കഴിക്കുമോളെ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് അഗ്നിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കഴിച്ചു. ഇനി മതി. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ ജ്വാല പറഞ്ഞു. വയറ് നിറഞ്ഞോടാ? അഗ്നി സ്നേഹത്തോടെ ചോദിച്ചു. നിറഞ്ഞ അഗ്നി, ഇനി അഗ്നി കഴിച്ചോട്ടോ. അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ തലയാട്ടി. ജ്വാല വാ കഴുകാൻ എഴുന്നേറ്റ് പോയി. എവിടേക്കാ കണ്ണാ മോളെ കൊണ്ട് പോകുന്നേ? മോഹൻ ചോദിച്ചു. അവളെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ മതിയോ അച്ഛാ? പഠിക്കാൻ വിടണ്ടേ? കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോവാ. അവൻ പറഞ്ഞതും എല്ലാവരുടെയും മുഖം വിടർന്നു. അത് കേട്ടുകൊണ്ടാണ് ജ്വാല വാകഴുകി വന്നത്.
ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നുപോയി. കോളേജിലേക്കോ? ആഹാ, അത് നന്നായി കണ്ണ. ഞാനത് നിന്നോട് പറയാൻ തുടങ്ങായിരുന്നു. മോള് പഠിക്കേണ്ട പ്രായല്ലേ? ചിത്ര ആത്മാർത്ഥമായി പറഞ്ഞതും ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞു. കിച്ചു ഇനി പഠിക്കാൻ പോവണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച അമ്മാവന്റെയും വല്യച്ഛന്റെയും അമ്മായിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങി. എന്തുകൊണ്ട് ഇവിടെ അമ്മ അങ്ങനെ പറയാതിരുന്നേ? വിടണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അവൾ നിറകണ്ണുകളോട് ഓർത്തു. അത് തന്നെ ഏട്ടാ, നമ്മൾ ഓഫീസിൽ പോയാ അവൾക്കും ബോറടിക്കും ഇവിടെ. ആകെയുള്ളത് നമ്മുടെ രാജമാതയാ. എത്രയെന്ന് വെച്ചാ ഈ മുഖം തന്നെ കണ്ടോണ്ടിരിക്കുന്നേ. അപ്പു അതിനിടയിൽ ചിത്രക്കിട്ടൊന്ന് കൊട്ടി. ചിത്ര അവന്റെ കയ്യിൽ ഒരടി വെച്ചു കൊടുത്തു. അവൻ അവരെ നോക്കി ഇളിച്ചു. ദേ വേണ്ടാട്ടോ, എന്റെ മോൾക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടാ. പാവം, അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. ഭയങ്കര കൊതിയാണെന്നേ അതിന് സ്നേഹമൊക്കെ കിട്ടാൻ. അത് കാണുമ്പോൾ എനിക്കെന്നെ സങ്കടം തോന്നും. എങ്ങനെ അവളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാ? എന്റെ പൊന്നു മോള. ചിത്രയുടെ സ്വരമിടറി. ഡോ. അത് കണ്ട് മോഹൻ അവരെ ശാസനയോടെ വിളിച്ചു. ഏയ് ഒന്നുമില്ല മോഹനേട്ടാ. പെട്ടെന്ന് എന്തോ. കണ്ണാ, മോളെ കൊണ്ട് വേഗം ചേർത്തിട്ട് വാ. അവൾക്ക് ഒരുപാട് സന്തോഷാവും. ചിത്തിര സന്തോഷത്തോടെ പറഞ്ഞു. അഗ്നി തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. അല്ലേട്ടാ, സർപ്രൈസ് ആണോ? ജ്വാലക്കുട്ടിക്ക് അറിഞ്ഞൂടെ അവളെ കോളേജിൽ ചേർക്കുന്ന കാര്യം? അപ്പു ആകാംക്ഷയോടെ ചോദിച്ചു. ഏയ് സർപ്രൈസ് ഒന്നും അല്ലടാ. അവളോട് ഞാൻ അവളുടെ തറവാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നു. അന്നവള് ഒരുപാട് ഹാപ്പി ആയിരുന്നു. സന്തോഷം കൊണ്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നു. സന്തോഷം കൊണ്ട് ഒരുപാട് കരഞ്ഞടാ അവള്. അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു എൻ്റെ കുഞ്ഞു മുന്നോട്ട് പഠിക്കാനെന്ന് ഞാനും അപ്പോഴാ അറിഞ്ഞ്. ഇപ്പൊ വീണ്ടും അവളുടെ മുന്നിൽ നിന്ന് പറഞ്ഞ ചിലപ്പോ അവള് പിന്നെയും കരയും. അതാ പറയാതിരുന്നേ. അഗ്നിയുടെ കണ്ണുകൾ ഈറനായി. അവൻ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സങ്കടമായി. ജ്വാല നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു. അഗ്നിയുടെ സംസാരം മാത്രമായിരുന്നു അവളുടെ കാതിൽ അപ്പോൾ മുഴങ്ങിയത്. എന്നോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം. എനിക്ക് വേണ്ടി ഇടറിയ സ്വരം, നിറഞ്ഞ കണ്ണുകള്. ജ്വാലയ്ക്ക് അവനോട് അതിയായ സ്നേഹം തോന്നി. കണ്ണാ, നീ കരയാണോ മോനെ? ചിത്രയുടെ വാത്സല്യം നിറഞ്ഞ സ്വരം കേട്ടപ്പോഴാണ് ജ്വാല വീണ്ടും അങ്ങോട്ട് നോക്കിയത്. അവളുടെ കാലുകൾ അവനടുത്തേക്ക് ചലിച്ചു. ഏയ് അല്ലമ്മ, ഞാൻ പെട്ടെന്ന് പിന്നെ അവളെ കോളേജിൽ ചേർക്കാൻ വേണ്ടി മാത്രമല്ല ഇന്ന് പോകുന്നേ. അഗ്നി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ? മോഹന്റെ നെറ്റി ചുളിഞ്ഞു. അവള് കുട്ടിക്കാലത്ത് ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നു അച്ഛാ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ആൽബം? കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. അതിലുണ്ട് അവളുടെ അമ്മയുടെ കൂടെ നൃത്തം ചെയ്യുന്ന കുഞ്ഞൻ. അവളുടെ അമ്മ നന്നായി ഡാൻസ് ഒക്കെ ചെയ്യായിരുന്നുന്ന്. അവൾക്ക് ഡാൻസ് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അവളുടെ അമ്മയുടെ കൂടി ആഗ്രഹമായിരുന്നു അത്. അഗ്നി പറഞ്ഞുകൊണ്ട് മോഹന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവരുടെ എല്ലാവരുടെയും നോട്ടം അവന്റെ പുറകിലേക്കായിരുന്നു. അഗ്നി സംശയത്തോടെ തന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന ജ്വാല. കുഞ്ഞാ, എന്തുപറ്റി? അവളെ കണ്ടവൻ വെപ്രാളത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. അതേ നിമിഷം ജ്വാല അവനെ എല്ലാം മറന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. അപ്പുവും ചിത്തിരയും മോഹനും അവളെ അമ്പരപ്പോടെ നോക്കി. അഗ്നി അവളെ ഇടത് കൈയാൽ തന്നോട് ചേർത്തു പിടിച്ച് അവളുടെ തലയിൽ താടികുത്തി നിന്നു. എന്തു പറ്റിയിടാ? അവൻ ആർദ്രമായി ചോദിച്ചു. അവൾ ഒന്നുമില്ലാന്ന് മൂളി. പിന്നെ എന്തിനെന്റെ കുഞ്ഞ് കരയുന്നേ? പോയി റെഡിയാവ്, നമുക്ക് കോളേജിൽ പോവണ്ടേ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. ചിത്രയും മോഹനും അപ്പു അഗ്നിയെ അത്ഭുതത്തോടെ നോക്കി. പ്രണയവും വാത്സല്യവും മാറി മാറി വരുന്ന അവന്റെ മുഖഭാവം. എല്ലാത്തിലുപരി അവർക്കിടയിൽ മറ്റാരും ഇപ്പോൾ ഇല്ല എന്ന് തോന്നിപ്പോയി മൂന്നാൾക്കും. ഹാളിലാണെന്ന് ഓർക്കുന്നില്ല, തങ്ങൾ ചുറ്റുണ്ടെന്ന് ഓർക്കുന്നില്ല. അവൻ ഇത്രമേൽ സ്നേഹത്തിൽ, ഇത്രമേൽ വാത്സല്യത്തിൽ ഒരാളോട് സംസാരിക്കാൻ കഴിയുമെന്ന് ചിത്രയും മോഹനും അപ്പുവും മനസ്സിലാക്കിയ നിമിഷം മൂന്നാളുടെയും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവർ വീണ്ടും അഗ്നിയെ ജ്വാലയെ നോക്കി. കുഞ്ഞാ, എന്തിനങ്ങനെ കരയുന്നേ? അഗ്നിക്ക് അത് ഇഷ്ടല്ലാട്ടോ. അവൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അവള് തേങ്ങലോടെ മൂളിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകളും ചുവന്ന മുഖവും കണ്ട് അവന് പാവം തോന്നി. അവൻ അവളുടെ നെറ്റിയിലേക്ക് തന്റെ നെറ്റി മുട്ടിച്ചു വെച്ചു. ജ്വാല അവൻ ഒന്നുകൂടി ഇറുക്കി പിടിച്ചു. അമ്മയുടെ ആഗ്രഹം പോലെ നമുക്ക് ഡാൻസ് പഠിക്കണ്ടേ? വേണം, അവൾ പതിയെ പറഞ്ഞു. എന്നാ പോയി റെഡിയായിട്ട് വാട്ടോ. ഇവിടെ അടുത്ത് ഒരു ഡാൻസ് സ്കൂളുണ്ട്. നമുക്ക് അവിടെ പോണം. പിന്നെ കോളേജിൽ പോണം. എന്തൊക്കെ പണിയുള്ളതാ. അപ്പോഴാണോ നിന്റെ ഈ കരച്ചില്? അയ്യേ, മോശം മോശം. അഗ്നി അവളെ കളിയാക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ജ്വാല കണ്ണു തുടച്ച് അവന്റെ മുഖത്തേക്ക് മുഖം വീർപ്പിച്ച് നോക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞൊന്നുമില്ല, അവള് മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നി അവളെ ചിരിയോടെ നോക്കി. ആ ശരിയാ, എന്റെ കുഞ്ഞൻ കരഞ്ഞൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാട്ടോ. അഗ്നി വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നുള്ള പിടിവിട്ടു. ജ്വാല അവനിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് തിരിഞ്ഞു നടന്നു. അഗ്നി അവളെ ഒന്നുകൂടി ഒന്ന് നോക്കി ചേറിലിരിക്കാൻ തുടങ്ങും മുന്നേ ജ്വാല അവന് നേരെ വീണ്ടും തിരിഞ്ഞു. അഗ്നി എന്തായെന്ന പോലെ അവളെ നോക്കുമ്പോഴേക്കും അവൾ കാലിൽ കുത്തിയുയർന്ന് അവന്റെ കഴുത്തിലൂടെ വട്ടം പിടിച്ച് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു കഴിഞ്ഞിരുന്നു.
അഗ്നി അവളെ ഞെട്ടലോടെ നോക്കി. പക്ഷെ ജ്വാല അതൊന്നും ശ്രദ്ധിക്കാതെ താടിക്കിടയിലൂടെ അവന്റെ ഇപ്പുറത്തെ കവിളിലും ചുംബിച്ചു കഴിഞ്ഞിരുന്നു. അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു. ജ്വാല അവനെ വിട്ടുമാറി. അഗ്നി അവളെ നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചു. അത് കണ്ട് ജ്വാല നാണത്തോടെ മുകളിലേക്ക് ഓടാൻ നിന്നപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണുമിഴിച്ചു നിൽക്കുന്ന അപ്പുവിനെ, ചിത്തിരയെ, മോഹനെ അവൾ കണ്ടത്. ജ്വാലയുടെ കണ്ണുമിഴിഞ്ഞു. അവൾ അവരെ നോക്കി ഇളിച്ചു കൊടുത്തു. അപ്പു കൈകൊണ്ട് അവളോട് എന്തോ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ വാ പൊളിഞ്ഞിട്ടുണ്ട്, കണ്ണ് മിഴിഞ്ഞിട്ടുണ്ട്. എന്താ? ജ്വാല വെപ്രാളത്തോടെ ചോദിച്ചു. ഇതൊക്കെ എപ്പോ തൊട്ടെന്ന് അവൻ വീണ്ടും ചോദിച്ചു. ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് പാളി നോക്കി. അവളെ നോക്കി കുറുമ്പോടെ നിൽക്കുകയാണ് അഗ്നി. അമ്മേ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വേഗം വേഗം വരാമേ. അത്രയും പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ ജ്വാല മുകളിലേക്ക് പാഞ്ഞു. അവളുടെ ഓട്ടം കണ്ട് അതുവരെ അന്തം വിട്ടു നിന്ന മൂന്നെണ്ണവും പൊട്ടിച്ചിരിച്ചു. അഗ്നി ചിരിയോടെ ചെയറിലിരുന്നു. ആഹാ, അപ്പൊ കാര്യങ്ങള് ഇതുവരെയൊക്കെ ആയില്ലേ? ചിത്തിര അഗ്നിയോട് കുസൃതിയോടെ ചോദിച്ചു. അഗ്നി അവരെ നോക്കി ചിരിയോടെ തലയാട്ടി. ചിത്തിരയുടെ മനസ്സ് നിറഞ്ഞു. അപ്പോ ഈ ഉമ്മ കൊടുപ്പ് സ്ഥിരാണല്ലേ? അപ്പു അഗ്നിയെ ചൂഴ്ന്നു നോക്കി. അത് കണ്ട് അഗ്നി അവനെ ഗൗരവത്തോടെ നോക്കി. ഞാൻ വെറുതെ, അപ്പു വിളിച്ചു. ആ, വെറുതെ എന്നും പറഞ്ഞ് കുഞ്ഞൻ ഇതിന്റെ പേരിലെങ്ങനെ നീ കളിയാക്കിയാലുണ്ടല്ലോ. അപ്പ പറഞ്ഞു തരാം ഞാൻ നിനക്ക്. അഗ്നി അവനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു. ഓ. അപ്പു അഗ്നിയെ പുച്ഛിച്ചുകൊണ്ട് പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോയി. മോഹൻ ഒന്നും മിണ്ടാതെ ചിരിയോടെ അഗ്നിയുടെ തലയിൽ തലോടി. അച്ഛാ, അവൻ വിളിച്ചു. എന്റെ മോൻ ഹാപ്പിയാണല്ലോ, അത് മതി. അയാൾ അവനോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അഗ്നി ചിത്തിരയെ നോക്കി. അവരുടെ കണ്ണുകളിൽ നനവ്. അമ്മ, അവന്റെ സ്വരമിടറി. ഇപ്പൊ അമ്മയ്ക്ക് നല്ല വിശ്വാസം ഉണ്ടടാ. മോള് നിന്നെ സ്നേഹിക്കും. അതിപ്പോ എനിക്ക് ഉറപ്പായി. അവര് പറഞ്ഞു. അവളെന്നെ സ്നേഹിക്കുന്നുണ്ട് അമ്മ. അഗ്നി അവർ പറഞ്ഞത് തിരുത്തി. ചിത്തിര നിറഞ്ഞ സന്തോഷത്തോടെ തലയാട്ടി കിച്ചണിലേക്ക് പോയി. അഗ്നി ജ്വാല ചുംബിച്ച അവന്റെ കവിളിലൊന്ന് തലോടി. എന്റെ കുഞ്ഞാ. അത്രമേൽ പ്രണയത്തോടെ അവൻ അവളെ വിളിച്ചു. അവന്റെ ചൊടികളിൽ അവൾക്ക് വേണ്ടി മാത്രമായി ഒരു പുഞ്ചിരി തെളിഞ്ഞു. തുടരും.